ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മറ്റൊരു ബലിപെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. വലിയ പെരുന്നാൾ എത്തിയതോടെ വിപണിയിലും തിരക്കേറിയിരിക്കുകയാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അതിവിടെ മിഠായി തെരുവിലുണ്ട്. അതുപോലെ തന്നെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഒരു ട്രിക്ക് ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ബലിപ്പെരുന്നാൾ വിശേഷങ്ങളിലേക്കും വിപണിയിലെ തിരക്കുകളിലേക്കും പോയിട്ട് വരാം. ചുരിദാർ, ടോപ്പ്, അങ്ങനെ കുട്ടികൾക്കുള്ളത് അത് നല്ല അടിപൊളിയായിട്ടൊരു സാധനങ്ങൾ മേടിച്ച്. ഇപ്പം ഷർട്ട് മേടിച്ച്. നോമ്പെടുത്തോ? നോമ്പുണ്ടോ? കള്ള നോമ്പായിരുന്നോ? എന്താണ് പെരുന്നാളിന് എന്താ പരിപാടി? എവിടുന്നായിരുന്നു? ഞങ്ങളെ ലക്ഷദ്വീപ് എന്നാണ്. ഇവിടെയാണോ താമസം? ഇവിടെ മലപ്പുറം എബിലിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഏറ്റെടുത്തുകൊണ്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ മലപ്പുറത്തേക്ക് വന്നത്? അപ്പോൾ ഇത് പെരുന്നാളായിട്ട് പർച്ചേസിങ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. ഉഷാറാവട്ടെ. നമുക്ക് മലയാളം അറിയോ? എന്തൊക്കെയാ വാങ്ങിക്കുന്നേ? ഓക്കെ, മോളെ പേരെന്താ? ഹനി. ഓക്കെ, ഹനി പാട്ട് പാടുവോ? ഏത് ഒരു പാട്ട് പാടി തരുമോ ചേച്ചിക്ക്? അടിപൊളി പാടിട്ടോ. ഹാപ്പി ഈദ് മുബാറക്. പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പുത്തൻ ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നത്. എങ്ങനെയുണ്ട്? വിലക്കുറവുണ്ട്? റേറ്റ് കുറവുണ്ട്. കച്ചവടം സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ്. കാരണം ഈ സ്കൂൾ സീസണൊക്കെ വന്നതിനെ കൊണ്ട് പെരുന്നാളിൻ്റെ കച്ചവടം ഇല്ല. പെരുന്നാൾ രാവിലെ ഇങ്ങനെ എന്മാതിരി ജനം ഉണ്ടാവും, പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥ. എന്താ ബലിപ്പെരുന്നാളായിട്ട് പരിപാടി? പള്ളി പോവാ. എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വേറെ ഇപ്പൻ്റെ വീട്ടിൽ പോവും. മോളെ എന്താ വാങ്ങിക്കുന്നേ? ഇഷ്ടപ്പെട്ടോ? അല്ല, എന്താ പരിപാടി? നാളെ എന്താ? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വരെ വീട്ടിൽ പോകണ്ടേ? പോണം. ഡ്രസ്സ് എടുത്തോ? പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാം. ഡ്രസ്സ് എടുത്തു. ഷർട്ട് വന്നിട്ടുണ്ട്. ഇയാളോ? ഷൂ മാത്രം എടുത്തുള്ളൂ. ഡ്രസ്സ് എടുത്തില്ല, ഷൂ മാത്രം എടുത്തുള്ളൂ. നാളെ എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെ പിള്ളേരെ ഇറങ്ങിയെടുക്കണം. ബലിപ്പെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് ഓരോ വിശ്വാസികൾക്കും നൽകുന്നത്. ഈ ഓർമ്മപ്പെടുത്തലാണ് ഈ ആഘോഷത്തിന്റെ മുതൽക്കൂട്ടും. ക്യാമറ പേഴ്സൺ സജി തറയിലോടൊപ്പം അഭിന പിച്ചറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.